അല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് CPM-ൽ വലിയ അസ്വസ്ഥത പടരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്നവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വരെ തരം താഴ്ത്തിയത് അറിയാം. ആ പാർട്ടിയിലെ അനഭിലഷണീയമായിട്ടുള്ള ഒരുപാട് പ്രവണതകൾക്കെതിരെ പ്രതികരിച്ചവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യുകയാണ്, മൂലക്കിരുത്തുകയാണ് CPM ചെയ്യുന്നതെന്നുള്ള വ്യാപകമായ അഭിപ്രായമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണ്? CPM-നെ വേണ്ടാത്തവർ, അതുപോലെ CPM-നോട് എതിർപ്പുള്ളവർ, ഈ രണ്ട് വിഭാഗം വളരെയധികമായിട്ട് പാർട്ടീൻ്റെ അകത്തുണ്ടായിരിക്കുക. അപ്പോൾ പാർട്ടിയെ വേണ്ടാത്തവരും പാർട്ടിക്ക് വേണ്ടാത്തവരുമായ ആളുകളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ച ആളുകളാണ്. അങ്ങനെ CPM-ൽ നിന്നും ഭിന്നിച്ചു വരുന്നവരെ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും. ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് ജില്ലയിൽ അദ്ദേഹം മാത്രമല്ല, നിങ്ങൾ അദ്ദേഹത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കേണ്ട. പല പ്രമുഖ വ്യക്തികളും CPM വിട്ട് വരാൻ തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും പറയാൻ കഴിയുള്ളൂ. പ്രമുഖ നേതാക്കൾ തൊട്ട് സാധാരണ പ്രവർത്തകർ വരെ വലിയ അസ്വസ്ഥരാണ്. പാലക്കാട്ടെ പാർട്ടി ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് CPM. ആ പൊട്ടിത്തെറിയിൽ വലിയ വലിയ മീനുകളും പരൽ മീനുകളും ഒക്കെ സമീപത്ത് പുറത്തു വരും. തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CPM-നെ വേണ്ടാത്തവരും അങ്ങനെ അനഭിബദ്ധരായിട്ടുള്ള ആളുകളെ സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഞാൻ പറഞ്ഞല്ലോ, ശശി ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അഭിപ്രായ വ്യത്യാസം കൊണ്ടും പാർട്ടി സൈഡ് ലൈൻ ചെയ്തവരുമായിട്ട് അസ്വസ്ഥരായിട്ടുള്ള വലിയൊരു വിഭാഗം പാർട്ടിക്കകത്തുണ്ട്. അവരെ വരാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. കോൺഗ്രസ് PK ശശിയുടെ ഒറ്റ പ്രസംഗത്തിലാണ് ഫ്ലാറ്റായത്. കൂടാതെ അവരോടൊത്ത് പോകുന്ന വസ്ത്രധാരണം കൂടി ആയപ്പോൾ കോൺഗ്രസ് അംഗങ്ങളെ അത് പുളകം കൊള്ളിച്ചു. അത് എന്തായാലും വലിയൊരു വിവാദത്തിന് തിരികൊളുത്തുകയുണ്ടായി. ആ പ്രസംഗം അതൊരു തീപ്പൊരി പ്രസംഗം തന്നെയായിരുന്നു. ആ ബന്ധം ഉള്ളിടത്തോളം കാലം ഇവിടെയുള്ള ഇന്നലകളിൽ എന്ന പോലെ ഇന്നും വരാൻ പോകുന്ന നാളുകളിലും എന്റെ സജീവമായ സാന്നിധ്യം മണ്ണാർക്കാടിന്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. അതിനൊക്കെ എന്തിനെങ്ങനെ ബേജാറാണ്? എന്താ ഈ ചെറിയ ആളുകൾക്ക് അങ്ങനെ ഒരു ബേജാറ്? ഞാൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തിനാ ഈ ഇടവക്കം വരുന്നു? എന്താ ഇതിന്റെ കാര്യമുള്ളത്? ഞാനൊരു ചെറിയ മനുഷ്യനല്ലപ്പാ, ഒരു സാധാരണ മനുഷ്യനല്ലേ ഞാൻ. സാധാരണ ഈ കവിത എന്തെങ്കിലും കഴിവെനിക്കുണ്ടോ? ഒന്നുമില്ല. ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യം എന്താ? അഴിമതി തെളിയിക്കണം. അഴിമതി തെളിയിക്കുമ്പോ അഴിമതി ഉന്നയിക്കുന്നയാൾ പരിശുദ്ധനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. പരിശുദ്ധനാണ്. മാലിന്യക്കുമ്പാരത്തിൽ കഴുത്തോളം മുട്ടറ്റം മുങ്ങി നിന്ന് കരക്ക് നിൽക്കുന്നവരാളുടെ കുപ്പായം ഒരു കറുത്ത കുത്തുണ്ടാവുന്ന കടിക്കളക എന്ന് പറയുന്നത് മ്ലേച്ഛതരമാണെന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ഇതെല്ലാം തന്നെ സാമൂഹ്യമായ നല്ല സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാണ്. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അതിനകത്ത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയും ചെയ്യണം. ഒരു സംശയവും വേണ്ട. മറ്റൊരു കാര്യത്തിലേക്കും ഞാനിപ്പോ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാല് പഴയ ബിലാൽ തന്നെയാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിലെ പ്രസംഗം CPIM-നെ ലക്ഷ്യമിട്ടെന്ന വ്യാഖ്യാനം നിലവിൽ PK ശശി നിഷേധിക്കുകയാണ് ഉണ്ടായത്. മണ്ണാർക്കാട്ടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് താൻ ഇനിയും സജീവമായി ഉണ്ടാകുമെന്നും അത് തൻ്റെ കർത്തവ്യമാണെന്നും അതുകൊണ്ട് ആർക്കും ബേജാറ് വേണ്ടെന്നൊക്കെയാണ് പറയുന്നത്. UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയിലെ പരിപാടിയിൽ പങ്കെടുക്കവേ PK ശശിയുടെ പ്രതികരണമാണ് ഇത്തരത്തിൽ എത്തിയതെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ കേൾക്കുകയും ചെയ്തു. ആ വാക്കുകൾ ഒരുപാട് കയ്യടികളൊക്കെ വാങ്ങിയ പ്രസംഗമാണത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഇതിനോട് പറഞ്ഞിരിക്കുന്നത് ആർക്കും ഇതിൽ വലിയ ബേജാറ് വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കാം. ഞാനിപ്പോൾ CPM-ലാണ്. പിന്നെ നിങ്ങളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ CPM-ലാണെന്ന് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണത്? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുകയാണല്ലോ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണല്ലോ നിൽക്കുന്നത്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? സമൂഹത്തിൽ അഭ്യൂഹം ഉണ്ടാക്കുന്നത് കോൺഗ്രസിന് കോൺഗ്രസ് നേതാക്കൾ PK ചർച്ച നടത്തിയെന്നൊക്കെ ചർച്ചയാ? നേതാക്കളൊക്കെ താങ്കൾ ചർച്ച നടത്തി? താങ്കളെ വിളിച്ചിരുന്നു? ബന്ധപ്പെട്ടിരുന്നു? എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും പ്രവർത്തകരുമായും ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിച്ചില്ലേ? എല്ലാവരുമായിട്ടും എനിക്ക് നല്ല വ്യക്തിപരമായ ബന്ധമുള്ളത്. രാഷ്ട്രീയമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഒരാളോടും ഒരു വൈരനിര്യാതന ബുദ്ധിയോ കുടിപ്പകയോ ഞാൻ സ്വീകരിക്കാറില്ല. അത് എൻ്റെ ഒരു രീതിയാണത്, എൻ്റെ ഒരു സ്റ്റൈലാണത്. ആരോടും വ്യക്തിപരമായി യാതൊരു കുടിപ്പക എനിക്കില്ല. കാരണം ഓരോരുത്തർ അവരവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണോ, അതിലെന്താണ് കുഴപ്പമുള്ളത്? അപ്പോൾ അതിനോട് വ്യക്തിപരമായിട്ടൊരു ഒരു വൈരാഗ്യമോ ശത്രുതയോ കാണിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. അതിൻ്റെ അത്രയല്ലാതെ വേറെ ഒരു കാര്യവും രാഷ്ട്രീയമായൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് പിന്നെ ഞാനിപ്പോൾ കോൺഗ്രസ്സിലേക്ക് വരണമെന്ന് കോൺഗ്രസിൻ്റെ ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. സ്വാഭാവികമായിട്ട്. അപ്പോൾ ഈ CPM-നകത്ത് ഇത്തരം ചില പ്രശ്നങ്ങൾ പാർട്ടി നടപടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നാളെ തന്നെ വന്നേക്കും, എന്നാൽ ഒരു ശ്രമം നടത്തി കളയാമെന്നൊക്കെ ഒരു ആഗ്രഹം ചില ആളുകൾക്കുണ്ടാവും. അതിലൊന്നിപ്പോൾ എനിക്ക് അവരെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ തീരുമാനമെടുക്കേണ്ടത് ആരുമല്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലേ? ഞാൻ ആ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. ഞാൻ തീരുമാനം അങ്ങ് ഈ പാർട്ടി ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നഗരസഭാ പ്രതിപക്ഷ നേതാവൊക്കെ ഒരു അമർഷം രേഖപ്പെടുത്തിയിരുന്നു. അവർ ബഹിഷ്കരിക്കും. ആരാത്? ഏത്? അവിടെ കൂടിയ ജനങ്ങളുടെ പങ്കാളിത്തം ഞാൻ അവർക്ക് സ്വീകാര്യതയുള്ള ആളുകളാണോ? മണ്ണാർക്കാട്ടെ പൗരസമൂഹത്തിൽ എനിക്ക് സ്വീകാര്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നൊരു കാര്യമാണല്ലോ അത്. പിന്നെ ഏതെങ്കിലും വല്ല ആപ്പയോ ഊപ്പയോ എന്തെങ്കിലും പറയുന്നുവെന്നും അതിനൊന്നും മറുപടി പറയാൻ ഞാനാളല്ല. പിന്നെ ഈ പരിപാടിയിൽ CPM-ൻ്റെ ആളുകൾ ആ വേദിയിൽ തന്നെ ഉണ്ടല്ലോ. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പിന്നെ ഒരു പരിപാടിയിൽ പിന്നെ ഔദ്യോഗികമായി ഒരാൾ എന്നോട് ചോദിച്ചത്, ഒരു ചാനലുകാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ, അറിയപ്പെടുന്ന ചാനൽ തന്നെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ആ ചാനലുകാരൻ എന്നോട് ചോദിച്ചത്, പിന്നെ നിങ്ങളെന്തിനാ നീ ലീഗിൻ്റെ പരിപാടി പങ്കെടുക്കുന്നതാണ്? ഈ വിവരക്കേട്, ആളുകൾക്ക് വിവരമില്ലെങ്കിൽ വിവരക്കേട് സ്വകാര്യമായിട്ട് വെക്കണം, അത് ലോകത്ത് അറിയിക്കരുത്. കാരണം ഇത് ലീഗിൻ്റെ പരിപാടിയല്ലല്ലോ, ഇത് മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയല്ലേ. മുനിസിപ്പാലിറ്റിയുടെ പരിപാടി എന്ന് മാത്രമല്ല, നോക്കൂ, മണ്ണാർക്കാട് പ്രത്യേകിച്ച് മണ്ണാർക്കാട് ടൗണിലെ ജനങ്ങൾ ഏറെക്കാലമായുള്ള അവരുടെ ആവശ്യമാണ് ഒരു ആയുർവേദ ആശുപത്രി. തെങ്കരയ്ക്ക് പോയി കിടത്തി ചികിത്സ തെങ്കരയിലാണ്. പക്ഷേ ഈ ഒരു സൗകര്യത്തിന് വേണ്ടി ആളുകൾ ആ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് പഞ്ചായത്താകുന്ന കാലം മുതലുണ്ട്. അത് യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ വിവരക്കേടും ബുദ്ധിശൂന്യതയാണ്. അതിൽ പങ്കെടുക്കല്ലേ വേണ്ടത്.